ഞാൻ ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില വണ്ടികൾക്ക് 5000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കിട്ടും. അപ്പോൾ അതിന് സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെങ്കിൽ നമുക്ക് 5000 രൂപ അടച്ചാലും നമുക്ക് ഈ ഇരിക്കുന്ന സ്കൂട്ടർ ഏത് വേണമെങ്കിലും നമുക്ക് സ്വന്തമാക്കാം. അപ്പോൾ അതിന് സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ അല്ല, നമുക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ തമ്പ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കിട്ടാം. എന്താണെങ്കിലും മാക്സിമം നേരിട്ട് വരിക, നേരിട്ട് വന്ന് വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം അഡ്വാൻസ് കൊടുത്ത് ലോണിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പുതുപുത്തൻ മോഡല് പൾസർ 220 ബ്ലാക്ക് കളർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഷോറൂം കണ്ടീഷൻ വണ്ടി. കൂടാതെ NSന്റെ കളക്ഷൻസ്. ലാസ്റ്റ് ഒരുപാട് പേര് ചോദിച്ചതാണ് മൈലേജ് സെഗ്മെന്റിലുള്ള വണ്ടികളുടെ വീഡിയോ, ഡീറ്റെയിൽ വീഡിയോ എക്സ്പ്ലനേഷൻ ചെയ്യുമെന്ന്. അപ്പോൾ ഇത്തവണ പ്ലാറ്റിനം CT100 CT110 ഉൾപ്പെടെ വൺ കളക്ഷൻസ് തന്നെയുണ്ട്. ഏകദേശം 70 കിലോമീറ്ററിന് മുകളിലോ 20 കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടുന്ന മോഡൽസ്. ബ്ലാക്ക് കളർ ഓല, പിന്നെ അതേ പ്ലഷർ. ഇത്തവണ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് ആണ്, സ്കൂട്ടേഴ്സിൻ്റെ വൺ കളക്ഷൻസ് ആണ് ഇത്തവണ ബൈക്ക് മാർട്ടിൽ വന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 5000 രൂപ മുതൽ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാം. ഇത് ഓരോ ആൾക്കാരുടെ സിവിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഏറ്റവും കുറഞ്ഞത് 10000 രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് മതി സ്കൂട്ടറിൻ്റെ കളക്ഷൻസിനൊക്കെ. ഫുൾ ഡീറ്റെയിൽ വീഡിയോയിൽ പറയുന്നതായിരിക്കും. R15, കൂടാതെ ഡ്യൂക്ക് 200, പിന്നെ CBR 150 കാണുമ്പോൾ ഒരു 250 പോലെ തോന്നും. നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. പിന്നെ MT ബ്ലാക്ക്, MTൻ്റെ ഒരു ഡ്രീം ബൈക്കാണ്, ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല, അപ്പോൾ അത് സാധിക്കട്ടെ. പിന്നെ അത് കൂടാതെ MTയുടെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കളർ, ബൈക്കും റെഡും കൂടി വരുന്നത്. പിന്നെ ഹണ്ടർ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അത്യാവശ്യം എന്താ പറയുക, ഇത് മൂന്നും കാണുമ്പോൾ നമ്മുടെ ധൂമിൽ ഹയാബൂസ HD ഫോട്ടോ തോന്നി. പിന്നെ ബുള്ളറ്റിൻ്റെ കളക്ഷൻസ്. ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ബൈക്ക് മാഡലാണ്. ഇത്തവണ വൻ കളക്ഷൻസ് ആണ് ബൈക്ക് മാഡൽ വന്നിരിക്കുന്നത്. കൂടുതലും സ്കൂട്ടേഴ്സാണ്. സ്കൂട്ടേഴ്സ് കൂടാതെ വേറെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മുടെ നാസർക്ക് ആയിരിക്കും വണ്ടികളുടെ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാൻ. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ഇപ്പോൾ വ്യൂസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് അവരും നമ്മുടെ ചാനൽ കണ്ട് അതിലൂടെ ആഡ് വന്നാലേ എനിക്കും ചെറിയ രീതിയിൽ പൈസ കിട്ടി തുടങ്ങും. അത്യാവശ്യം പെട്രോൾ അടിക്കാനുള്ള പൈസയെങ്കിലും മുതലാക്കാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് തന്നെ ബൈക്ക് മാർട്ടിൻ്റെ വർക്ക്ഷോപ്പ് സെക്ഷനാണ്. ഇപ്പോൾ ആ മെക്കാനിക്സ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിക്കണം, ഉച്ച ടൈമിനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ നാസർക്ക് ആയിരിക്കും ഡീറ്റെയിൽ പറഞ്ഞു തരുന്നത്. സ്വാഗതം എല്ലാവർക്കും, എല്ലാ ആളുകൾക്കും. നമുക്ക് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ബൈക്ക് മാർട്ടിലാണ്. ബൈക്ക് മാർട്ടിൻ്റെ വീഡിയോ മാത്രമാണ് നമ്മുടെ ഫറാസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, നമ്മുടെ ഷോപ്പ് എവിടെയാണെന്നുള്ളതാണ്. ലൊക്കേഷൻ എല്ലാവരും ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. എറണാകുളത്താണ്. എറണാകുളത്ത് തന്നെ കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് മെട്രോയുടെ പില്ലർ നമ്പർ 550 ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വെച്ചാൽ എല്ലാത്തരം വണ്ടികളുണ്ട്. നമുക്ക് ഫിനാൻസിലൂടെ കിട്ടുന്ന കുറേ അധികം വണ്ടികളാണ് ഉള്ളത്. അപ്പോൾ ഫിനാൻസിൽ നമുക്ക് 2015 ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും നമുക്കിവിടെ ഫിനാൻസ് കിട്ടുന്നതാണ്. എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ അധികം പ്രീമിയം വണ്ടികൾ, R15, അതേപോലെ തന്നെ എക്സ്പൾസിൻ്റെ 4V, ഡ്യൂക്കിൻ്റെ 250, ഡ്യൂക്കിൻ്റെ 200, അങ്ങനെ വരുന്ന യൂണിക്കോൺ, എഫ്സെഡിൻ്റെ പുതിയ മോഡൽ FZX, പിന്നെ സ്കൂട്ടറിൻ്റെ എല്ലാത്തരം മോഡലുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ ലോണും അവൈലബിൾ ആണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ലോണും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് വരാം. വണ്ടിക്ക് ലോണിൻ്റെ വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് ഒന്നും കൂടി പറയാം. എറണാകുളത്താണ്, കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെയാണ്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോൺ കിട്ടും. ലോണിന് വേണ്ടുന്നത് ബാങ്കിൻ്റെ പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയ്, വീട്ടിലെ കറണ്ട് ബില്ലിൻ്റെ കോപ്പി ആണ് സാധാരണ രീതിയിൽ വേണ്ടത്. പിന്നെ അഡീഷണലായിട്ട് വേണ്ടത്, ചില സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് ചിലപ്പോൾ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും പിന്നെ ചെക്ക് ലീഫും ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. അത് പല ഏരിയകൾ വ്യത്യാസപ്പെട്ട് വരാം. അപ്പോൾ എന്താണെങ്കിലും ഇനി വണ്ടികളുടെ വീഡിയോയിലോട്ട് വരാം. വണ്ടിയുടെ വീഡിയോയിലോട്ട് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ സ്കൂട്ടറുകളുടെ വീഡിയോയിലോട്ട് വരാം. ആദ്യം തന്നെ ഫാസിനോടെ പിന്നെ ഹൈബ്രിഡ് മോഡലുകൾ, സാധാരണ മൈലേജുള്ള വണ്ടി, ഹൈബ്രിഡിൻ്റെ ഫാസിനോ, അതുപോലെ സാധാരണ ഫാസിനോ, അങ്ങനെ കുറേ ഫാസിനോകളുണ്ട്. അപ്പോൾ 2021 മോഡൽ 21 മോഡൽ ഫാസിനോയാണ് 70,000 രൂപ. നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത്. അതേപോലെ തന്നെ 2023 ഫാസിനോയാണ് നമുക്കൊരു 10,000 രൂപ അടച്ചെടുക്കാം, ഏകദേശം 72,000 രൂപയ്ക്ക് തരാൻ പറ്റും. അതേപോലെ തന്നെ 2022 ഫാസിനോ ഉണ്ട്. ഇതാകുമ്പോഴും ഹൈബ്രിഡ് ആണ്, ഏകദേശം 70,000 രൂപയാണ് വില, ഏകദേശം ഒരു 10 രൂപ അടച്ചെടുക്കാം.
അതേപോലെ തന്നെ 2021 മോഡൽ ഫാസിനോ 65,000 രൂപയ്ക്ക് തരാം. നല്ല വണ്ടിയാണ്. ഇതൊരു 10,000 രൂപ അടച്ചാൽ എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് എൻടോർക്കാണ്. എൻടോർക്ക് 2018 മോഡൽ എൻടോർക്കാണ്. നമുക്കൊരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിന് ഏകദേശം ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ എൻടോർക്കിൻ്റെ റേസ് എഡിഷൻ ആണ്. 2021 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില വെറും 75,000 രൂപയ്ക്ക് കൊടുക്കാം. 10,000 രൂപ അടച്ച ലോണായിട്ട് എടുക്കാം. 2022 സൂപ്പർ സ്ക്വാഡ് ഇരിപ്പുണ്ട്. ഏകദേശം 80,000 രൂപയാണ്. നമുക്കൊരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 15,000 രൂപ 10 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ എൻടോർക്ക് എടുക്കാം. പിന്നെ ഹോണ്ടയുടെ സുസുക്കിയുടെ അവനീസ് എന്ന് പറഞ്ഞ മോഡലാണ്. 2023 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 85,000 രൂപയ്ക്ക് എടുക്കാം. ഇതും നമുക്കൊരു 10 രൂപ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എൻടോർക്കിൻ്റെ 2022 മോഡലാണ്. നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് കിട്ടും. പിന്നെ ഡിയോയുടെ നല്ല കളക്ഷൻ ഉണ്ട്. 2019 ഡിയോയാണ്. ഈ ഡിയോ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 55 രൂപയാണ് ചോദിക്കുന്ന വില. എന്തെങ്കിലും വിട്ടൂഷ് ചെയ്യാം. 10 രൂപ അടച്ചാൽ മതി. ഈ ഡിയോ ആണെങ്കിൽ 2019 ആണ്. ഇത് നമുക്കൊരു 55 ചോദിക്കുന്ന വില. നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് 2017 മോഡലാണ്. നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2021 മോഡൽ പുതിയ മോഡൽ ഡിയോയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ ഡിയോ ആണെങ്കിൽ നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതാണെങ്കിൽ 2022 ആണ്. 70,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതെല്ലാം 10,000 രൂപ അടച്ചാൽ മതി. 2016 ഡിയോ ഉണ്ട്. 38,000 രൂപ. 2021 മോഡൽ ഡിയോ ഉണ്ട്. ഏകദേശം നമുക്കൊരു 70,000 രൂപ. ആക്സസ് ഇതൊക്കെ 10 രൂപ അടച്ചെടുക്കാൻ പറ്റും. സ്കൂട്ടറുകളെല്ലാം 10 രൂപ അടച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ആക്സസ് 2019 മോഡലാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്ന വില വെറും 55,000 രൂപ. ഇതും 2019 ആണ്. 55,000 രൂപ. പിന്നെ അപ്രിലയുടെ നല്ലൊരു കളക്ഷൻസ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 5,000 രൂപ അടച്ചാൽ എടുക്കാൻ പറ്റുന്ന അപ്രിലയാണ് ഇത് രണ്ടും. ഈ വണ്ടിക്ക് നമുക്കൊരു 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ അപ്രിലിൽ എടുക്കാം. ഇതാണെങ്കിൽ 2018 ഏകദേശം 40 രൂപയാണ് വില വരുള്ളൂ. വീണ്ടും അപ്രിലിൽ ഇരിക്കുന്നുണ്ട്. അടുത്ത് വരുന്ന അപ്രിലിൽ തന്നെയാണ് 2019 മോഡൽ 18-19 മോഡൽ അപ്രിലാണ്. വണ്ടി നല്ല വണ്ടിയാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 45,000 രൂപയ്ക്ക് എടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ പിന്നെ ഹീറോയുടെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നല്ല ഷോറൂം കണ്ടീഷനുള്ള വണ്ടിയാണ്. നല്ല പക്കാ കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടിക്ക് ഒരു പോറൽ കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളെല്ലാം നല്ലതാണ്. നമുക്കൊരു 38,000 രൂപയ്ക്ക് കൊടുക്കാം. 5,000 രൂപ 10 രൂപ താഴെ 5,000 രൂപ 6,000 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹീറോയുടെ ഡ്യൂറ്റ് 2019 മോഡലാണ്. ഇതും നമുക്കൊരു 38,000 രൂപയ്ക്ക് എടുക്കാം. അതേപോലെ തന്നെ ആക്റ്റീവ ഇരിക്കുന്നുണ്ട്. മോഡൽ കുറഞ്ഞ ആക്റ്റീവ 2018 38,000 രൂപ. അതേപോലെ തന്നെ ഹീറോയുടെ മാസ്ട്രോ ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 34,000 രൂപയ്ക്ക് കൊടുക്കാം. 2017 വണ്ടി. 2018 മോഡൽ വണ്ടി ഇരിപ്പുണ്ട്. 35,000 രൂപ. ഇതൊക്കെ നമുക്കൊരു 10 രൂപ താഴെ അടച്ച് ലോണായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ട്. 2022 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ് ജൂപ്പിറ്റർ. പിന്നെ ഇരിപ്പുണ്ട് 30,000 രൂപയുടെ 2015 മോഡൽ വണ്ടി. 30,000 രൂപ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അതേപോലെ തന്നെ ഒലയുടെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. ഒലയുടെ സ്കൂട്ടർ 2023 മോഡൽ വണ്ടിയാണ്. കേൽസോൺ DA രജിസ്ട്രേഷൻ വണ്ടി. നല്ല വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ 85,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ആക്റ്റീവ 2015 ആക്റ്റീവ 35,000 രൂപ. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 10 രൂപ അടച്ചാൽ മതി. അതേപോലെ തന്നെ യമഹയുടെ റേസ് ZR എന്ന് പറഞ്ഞ മോഡൽ ഇരിപ്പുണ്ട്. 2021 മോഡൽ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 68,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ വീണ്ടും ഇരിക്കുന്നുണ്ട് റേസ് ZR 68,000 രൂപയുടെ. റാലി സ്ട്രീറ്റ് ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2013 മോഡൽ റേസ് ZD ഇരിപ്പുണ്ട്. വെറും 25,000 രൂപ 23,000 രൂപയ്ക്ക് റേസ് ZD കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ യമഹയുടെ ഫേസർ ഇരിപ്പുണ്ട്. 28,000 രൂപ. 2013 മോഡൽ വണ്ടി. അതേപോലെ 2015 മോഡൽ FZ ഇരിപ്പുണ്ട്. വെറും 38,000 രൂപയ്ക്ക് കൊടുക്കാം. FZ ബെഡ്ഷിപ്പ് വണ്ടി. അതേപോലെ തന്നെ യമഹയുടെ അപ്പാച്ചെ TVSന്റെ അപ്പാച്ചെ ഇരിക്കുന്നുണ്ട്. അപ്പാച്ചെ 200 ആണ്. 2020 മോഡൽ വണ്ടിയാണ്. നമുക്ക് വെറും 78,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ FZ ഇരിപ്പുണ്ട്. 2022 മോഡൽ FZ ആണ്. നമുക്കൊരു 90,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ CD ഡീലക്സ് HF ഡീലക്സ് 2020 മോഡൽ വണ്ടി. വെറും 50,000 രൂപ. ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ HF ഡീലക്സ് ഹോണ്ട ഷൈൻ SP ഇരിപ്പുണ്ട്. 2021 മോഡൽ വണ്ടി. വെറും 65,000 രൂപ. 10 രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള 2023 മോഡൽ ആക്സസിൻ്റെ പുതിയ മോഡൽ വണ്ടി ഇരിപ്പുണ്ട്. 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 85,000 രൂപയ്ക്ക് പിന്നെ പുതുപുത്തൻ ആക്സസ് 125 2023 കൊടുക്കാം. പിന്നെ എക്സ്പൾസിൻ്റെ 4V ഇരിക്കുന്നുണ്ട്. എക്സ്പൾസിൻ്റെ 4V 2 ഇരിപ്പുണ്ട്. ഇത് 11,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 1,28,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 28,000 രൂപ അടച്ചു കഴിഞ്ഞാൽ
ഈ 2 എക്സ്പൾസ് 4V എടുക്കാം. സെയിം കളർ സെയിം മോഡൽ വണ്ടി തന്നെയാണ്, 4V തന്നെയാണ്. അതേപോലെ തന്നെ ഡ്യൂക്കിൻ്റെ 250 2021 മോഡൽ വണ്ടിയാണ്. നല്ല വണ്ടി, നീറ്റ് വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 1,65,000 രൂപ കൊടുക്കാം. ഡ്യൂക്കിൻ്റെ 250 ആണ്. അതേപോലെ തന്നെ FZൻ്റെ X എന്ന് പറഞ്ഞ മോഡലാണ്. FZ X 2021 മോഡൽ 2 വണ്ടി ഇരിക്കുന്നുണ്ട്. രണ്ടും 80,000 രൂപ വെച്ച് കൊടുക്കാം. 80,000 രൂപ 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 220 ഇരിക്കുന്നുണ്ട്. 220 2018 അല്ലേ മോനെ 220? മോനെ 220 ഏത് മോഡലാ? എന്നാ വില? 2018-19 വണ്ടിയാണ്. വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 68,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ യൂണിക്കോൺ 2021 23,000 രൂപ. 2014 മോഡൽ വണ്ടി. ഇത് 2011 മോഡൽ, ഇത് 2014 മോഡൽ വണ്ടി 33,000 രൂപ. അതേപോലെ തന്നെ 2010 യൂണിക്കോൺ. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 22,000 രൂപ. പിന്നെ ഹണ്ടർ പിന്നെ NS ആണ്. NSൻ്റെ വമ്പൻ കളക്ഷൻ തന്നെ നമ്മുടെ അവൈലബിൾ ആണ്. ഇത് 2019 മോഡൽ വണ്ടി 95,000 രൂപ. 2019 മോഡൽ NSൻ്റെ 200 ആണ്. അതേപോലെ തന്നെ ഗ്ലാമർ പറഞ്ഞ ഇടയ്ക്ക് കയറിയിട്ടുണ്ട് 32,000 രൂപ. 2016 മോഡൽ. അതേപോലെ തന്നെ 2019 ABS ഉള്ള NS ഉണ്ട്, വെറും 95,000 രൂപ. ഇപ്പോൾ ടയർ മോശമാണ്, 2 ടയർ മാറ്റിയിട്ടിട്ടാണ് 95,000 രൂപ കൊടുക്കണം. വണ്ടി നല്ലതാണ്. അതേപോലെ തന്നെ 2020 മോഡൽ NS ഉണ്ട്. 2020 മോഡൽ NSൻ്റെ 160 ആണ്. നമുക്ക് വെറും 65,000 രൂപ കൊടുക്കാം. വെറും 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ NS എടുക്കാം. അതേപോലെ തന്നെ 2018 മോഡൽ NS ഇരിപ്പുണ്ട്. നമുക്ക് 80,000 രൂപ കൊടുക്കാം. പിന്നെ മൈലേജ് വണ്ടികളാണ്, മൈലേജ് പെർഫെക്ഷൻ ഉള്ള വണ്ടികളാണ്. ഈ വണ്ടികളൊക്കെ ആണെങ്കിൽ 2022 മോഡൽ വണ്ടികൾ CT 110X വെറും 60,000 രൂപയാണ് ഇതിൻ്റെ വില. വെറും 10 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈലേജുള്ള 70 കിലോമീറ്റർ മൈലേജുള്ള വണ്ടികളുണ്ടാകും. 2021 വണ്ടിയുണ്ട്, 55-ൻ്റെ ഉണ്ട്, 60-ൻ്റെ ഉണ്ട്. പിന്നെ പ്ലാറ്റിന ഇരിക്കുന്നുണ്ട്. പ്ലാറ്റിനയുടെ വണ്ടി CT 110X ഒക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. നല്ല കുറഞ്ഞ കിലോമീറ്റർ ഓടിയ നല്ല വണ്ടികളാണ്. ഈ വണ്ടികളൊക്കെ ആണെങ്കിലും ഈ പ്ലാറ്റിന 2023 പ്ലാറ്റിനയാണ്. വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 പ്ലാറ്റിന 45,000 രൂപ. 2021 പ്ലാറ്റിന 50,000 രൂപ. 2014 പ്ലാറ്റിന വെറും 25,000 രൂപ. CBZ എക്സ്ട്രീം ഇരിപ്പുണ്ട്. 2014 എക്സ്ട്രീമാണ്. പുതിയ മോഡൽ വണ്ടിയാണ്. വണ്ടി നല്ല പക്കാ കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും വെറും കൊടുക്കാൻ പറ്റുന്ന പോലെ 25,000 രൂപയ്ക്ക് എക്സ്ട്രീം കൊടുക്കാം. നല്ല വണ്ടി. അതേപോലെ തന്നെ ജിക്സർ 2018 ജിക്സർ 5,000 രൂപ അടച്ചാൽ എടുക്കാൻ പറ്റും. വണ്ടിയുടെ വില വെറും 35,000 രൂപ. 2018 മോഡൽ ജിക്സറിന് 35,000 രൂപയുള്ളൂ. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 5,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഹീറോയുടെ പ്ലഷർ ഇരിപ്പുണ്ട്. 2012 മോഡൽ വണ്ടി 20,000 രൂപ. ആക്റ്റീവ 2012 മോഡൽ 12,000 രൂപ. അതേപോലെ 2016 മോഡൽ വണ്ടി 2016 മോഡൽ റേസഡിൻ്റെ വില വെറും 2016 മോഡൽ റേസഡിൻ്റെ വില വെറും 32,000 രൂപ. ആൽഫ യമഹയുടെ ആൽഫ ഇരിക്കുന്നുണ്ട്. ആൽഫ ആണെങ്കിൽ 2016 മോഡൽ വണ്ടി 30,000 രൂപ. ഇത് 2018 മോഡൽ വണ്ടി 30,000 രൂപ. അത് ഫാസിനോ ഇരിപ്പുണ്ട്. 2017 മോഡൽ വണ്ടി 42,000 രൂപ. അതൊക്കെയാണ് വണ്ടികൾ. ഇനിയും വണ്ടികൾ ഇരിപ്പുണ്ട്. കുറേ അധികം വണ്ടികൾ. പുറത്തിരിക്കുന്ന വണ്ടികളൊക്കെ സെയിലായ വണ്ടികളാണ്. എന്നാലും പുറകിലിരിക്കുന്ന വണ്ടികൾ ഏകദേശം സെയിലായ വണ്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നാലും ഇനി അകത്ത് കുറച്ച് പ്രീമിയം വണ്ടികളും കൂടിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ തരാം. R15 V3 ആണ്. 2021 മോഡൽ വണ്ടി 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. ABS ഉള്ള വണ്ടിയാണ്. പക്ക ടയർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടി. 1,40,000 ഏകദേശം ഒരു 30,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ KTM-ൻ്റെ 200 2021 മോഡൽ വണ്ടി 1,65,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ CBR-ൻ്റെ 150 നല്ല നീറ്റ് വണ്ടി 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അത് ഈ ഫറാസിൻ്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ്. വെറും 65,000 രൂപയ്ക്ക് CBR കിട്ടും. അതേപോലെ തന്നെ MT 2023 മോഡൽ MT നല്ല നീറ്റ് വണ്ടി നമുക്ക് 1,65,000 രൂപ. ഫറാസിൻ്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രം 1,65,000 രൂപ. ഏകദേശം ഒരു 30,000 രൂപ 40,000 രൂപ അടുത്ത് ലോണായിട്ട് എടുക്കും. പിന്നെ എക്സ്പൾസിൻ്റെ റാലി എഡിഷൻ 5,000 കിലോമീറ്റർ ഓടിയ 2022 റാലി. ഈ വണ്ടിയുടെ വിലയാണെങ്കിലും നമുക്ക് 1,38,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 30,000 രൂപ അടച്ചാൽ ഈ വണ്ടി എടുക്കാം. റാലി എഡിഷൻ എടുക്കാം. പിന്നെ അത് ഹണ്ടർ 2023 ഹണ്ടറാണ്. 8,500 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. 2023 വണ്ടിയാണ്. 1,48,000 രൂപ. വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ്. 1,48,000. നമ്മളിവിടെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വില 1,55 ആയിരിക്കും. അത് നോക്കണ്ട. വീഡിയോ കണ്ടിട്ടാണ് വന്നേക്കണമെന്ന് പറയുക. 1,48,000 രൂപയ്ക്ക് വാങ്ങുക. പിന്നെ അതേപോലെ തന്നെ MT 2021 മോഡൽ MT 1,38,000 കൊടുക്കാം. 1,38,000 കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി. ഏകദേശം ഒരു 30,000 രൂപ അടച്ചാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ തണ്ടർബേഡ് X 2018 മോഡൽ വണ്ടി 1,00,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 15 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. പിന്നെ സുസുക്കിയുടെ
വീസ്റ്റോം നല്ല കിടുക്കം വണ്ടിയാണ്. ഷോറൂം കണ്ടീഷനുള്ള 8000 കിലോമീറ്റർ ഓടിയ പക്ക വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് 2022 വണ്ടിയാണ്. 1.88 കൊടുക്കാം. അതേപോലെ തന്നെ ജിക്സർ 2023 ജിക്സർ കിറ്റുള്ള വണ്ടി നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. R15 V3 2023 വണ്ടിയാണ്. 2023 R15 V3, 21 R15 V3യുടെ വില 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. അതേപോലെ തന്നെ 2019 വണ്ടിയുണ്ട് ABSലെ 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി സ്വന്തമാക്കാം. അതേപോലെ തന്നെ 2021 R15 V3 ഇത് നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് കൊടുക്കാം 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 30 രൂപ അടച്ചെടുക്കാം. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി. പിന്നെ ബുള്ളറ്റിന്റെ കളക്ഷനിൽ വരുമ്പോൾ 2018 വണ്ടിയാണ്. 2018 വണ്ടി 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 2019 സ്റ്റാൻഡേർഡ് ഉണ്ട്. 2019 സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 1,00,000 രൂപയ്ക്കും കൊടുക്കാം. 2019 വണ്ടി 15 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ 2 ബുള്ളറ്റ് 15,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടികളെല്ലാം നിങ്ങൾ വന്ന് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം, പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു മെക്കാനിക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. നിങ്ങൾ വന്ന് 100% ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. വണ്ടി എടുത്ത് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം വണ്ടി എടുക്കാൻ. വണ്ടിക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള മെക്കാനിക്കുകളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എല്ലാം പരിഹരിച്ച് വേണം വണ്ടി കൊണ്ടുപോകാൻ. വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുന്നതിനേക്കാളും നല്ലത് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അതിൻ്റെ കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് വേണം വണ്ടിയായിട്ട് പോകാൻ. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫറാസിന്റെ വീഡിയോ കണ്ട് കുറേ അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. മാക്സിമം പേര് വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എടുത്തവർക്കും നമ്മുടെ വീഡിയോ കണ്ടു വന്നവർക്കും വീഡിയോ കാണുന്നവരും എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സഹായിക്കുക. എല്ലാം നമ്മുടെ ഈ വീഡിയോയെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.